അമേരിക്കയുടെ മീഡിയേറ്റ്, അതായത് ബ്രോക്കർ ചെയ്ത ഒരു ഡീല് ഉക്രൈൻ സമ്മതിച്ചു. റഷ്യ ഉക്രൈൻ വെടിനിർത്തൽ, അതായത് സീസ് ഫയർ 30 ദിവസത്തേക്ക്. മനസ്സിലാക്കുക, ഇതിനകത്ത് അന്ന് ജോക്കറായിട്ട് പോയ വ്ളാദിമിർ സ്ലെവൻസ്കിയെ അടുപ്പിച്ചില്ല. ആ സമയത്ത് അദ്ദേഹം സൗദി അറേബ്യയിൽ ക്രൗൺ പ്രിൻസിനെ കാണാൻ വന്നു എന്ന രീതിയിൽ മാറിയിരിക്കുകയായിരുന്നു. ഉക്രൈൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ചില ടീം അംഗങ്ങൾ മാത്രമാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയോയുമായിട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉക്രൈൻ പൂർണ്ണമായിട്ടും 30 ദിവസത്തെ അമേരിക്കൻ പ്രപ്പോസലും സീസ് ഫെയർ അംഗീകരിച്ചു. ഏകദേശം 5.5 മണിക്കൂറാണ് ഈ ഡിസ്കഷൻ നീണ്ടു നിന്ന് എന്ന് പറയുന്നു. അതേപോലെ രണ്ടുപേരും ജോയിൻ്റ് ആയിട്ട്, മാർക്ക് റൂബിയോയും ഉക്രൈൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുമായിട്ട് ജോയിൻ്റ് ആയിട്ട് പ്രസ് കോൺഫറൻസ് നടത്തുന്ന സൗദി അറേബ്യ വരെ പറഞ്ഞു. മുഴുവൻ ഡിമാൻഡുകളും അമേരിക്ക പറഞ്ഞ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഫർദർ എന്താണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അതേ സ്പോട്ടിൽ, അതായത് ഏകദേശം 2 മണിക്കൂർ കഴിയുമ്പോൾ അമേരിക്കൻ സഹായം, അതായത് അമേരിക്കൻ ഇൻ്റലിജൻസ്, മിലിറ്ററി സഹായം, ഈ സംഭവങ്ങളൊക്കെ പോസ് ചെയ്തിരിക്കുകയായിരുന്നു, ഫ്രീസ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ പറയുന്ന സ്ലെവൻസ്കി അവിടുന്ന് വിട്ട് അമേരിക്കയ്ക്കെതിരെ മോശമായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ അത് മുഴുവനും ലിഫ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് മാർക്ക് റൂബിയോ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഇനിയും ഈ പന്ത് റഷ്യയുടെ കോർട്ടിലാണ്. അവർ തീരുമാനിക്കണം ഈ സീസ് ഫയർ എഗ്രിമെൻറ്റുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടായോ. രണ്ടാമത്, റഷ്യയുടെ പല മന്ത്രിമാർ, അവിടെയുള്ള പുട്ടിനുമായിട്ട് അടുപ്പമുള്ളവർ ഈ 30 ദിവസത്തെ സീസ് ഫയറിനോട് അവർ അംഗീകാരം കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, പുട്ടിനും ട്രംപുമായിട്ട് സംസാരിച്ചിട്ടാണ് ഈ 30 ദിവസത്തെ എഗ്രിമെൻ്റ് ഉണ്ടായത് എന്ന് തന്നെയാണ് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അവിടെ ഇത് അംഗീകരിച്ചില്ല, ഫർദർ വാർ എസ്കലേറ്റ് ചെയ്യുകയും, അതായത് കുഷക് മേഖലയിൽ, അതായത് ഉക്രൈൻ സൈന്യം 400 സ്ക്വയർ കിലോമീറ്ററാണ് റഷ്യയുടെ കയറി പിടിച്ചിരിക്കുന്നത്, അതിന് മുഴുവനും വളഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ റഷ്യ ഇന്നലെ വളരെ രീതിയിൽ ഭയാനകമായ രീതിയിൽ ഉക്രൈൻ്റെ മേലുള്ള ആക്രമണവും നടത്തിയിട്ടുണ്ട്. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഒരു പത്രക്കാരൻ ചോദിച്ചപ്പോൾ. ഇപ്പോൾ ഫർദർ റഷ്യ ഇത് വയലേറ്റ് ചെയ്യുകയും ഈ സീസ് ഫയർ എഗ്രിമെൻ്റ് എഗ്രി ചെയ്യാതെയും ചെയ്താൽ അമേരിക്ക എന്ത് ചെയ്യും ചോദ്യമാണ്. ഇതാണ് പ്രധാനപ്പെട്ട, ഞാൻ കണ്ടതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മാർക്ക് റൂബിയോ പറഞ്ഞൊരു സംഭവമുണ്ട്, കാണാം എന്താണ് ഉണ്ടാകുന്നത്, അതനുസരിച്ച് തീരുമാനമെടുക്കും. ഇതാണ് ഈ പൊട്ടൻ ജോക്കർ ഉക്രൈൻ പ്രസിഡന്റ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അമേരിക്ക പറഞ്ഞ ആ എഗ്രിമെൻറ്റിലോട്ട് പോവുക, എന്നിട്ടിത് അമേരിക്കയുടെ തലയിലിട്ടങ്ങ് കൊടുക്കുക, അവരിതങ്ങ് ഡീൽ ചെയ്തോളൂ. ഇതായത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇത് ഡീൽ ചെയ്യാൻ അറിയത്തില്ല. അതാണ് ഞാൻ ആദ്യത്തെ വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓവൽ ഓഫീസിൽ നടന്ന പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത്. ഈ ട്രംപ് പറഞ്ഞ ഡീലുമായിട്ട് മുന്നോട്ട് പോകുക. അതിനുശേഷം അവിടെ എന്തെങ്കിലും ഫർദർ എസ്കലേഷൻ റഷ്യ നടത്തിയാൽ അമേരിക്ക ഡയറക്റ്റ് കയറി ഇടപെടും. കാരണം നേരത്തെ ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ പോലെ കുറച്ച് കൊടുക്കുക അങ്ങനെ സംഭവമൊന്നുമല്ല. കാരണം ട്രംപിൻ്റെ നേച്ചർ ഡിഫറെൻ്റാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. കാരണം ആ ഉറപ്പെന്ന് പറയുന്നു, പുടിൻ കൊടുത്ത ഉറപ്പ് ട്രംപ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. പുടിൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ട്രംപ് വീണ്ടും പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അയാൾ ഈ പറഞ്ഞ ഒബാമയോ ബൈഡനോ ഒന്നുമല്ല, എനിക്കൊരു ഉറപ്പ് തന്നു, അത് പാലിച്ചില്ല എങ്കിൽ റഷ്യക്കറിയാം ഫർദർ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ജോക്കറാണ് യുക്രൈൻ പ്രസിഡന്റ്. ഏതായാലും അമേരിക്കയുടെ ഒരു തീരുമാനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ജോക്കറിനെ മാറ്റി നിർത്തിയിട്ട് ഡിസ്കഷൻ്റെ അകത്ത് കയറി വന്നു. ഈ അടുത്ത പോയിന്റ്, പ്രധാനപ്പെട്ട പോയിന്റ്, ഈ മറ്റുള്ള രാജ്യങ്ങളും ഇന്ത്യയിലെ പത്രങ്ങളും കേരളത്തിലെ മീഡിയയും ഒക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ഉക്രൈൻ്റെ മിനറൽസിന് വേണ്ടിയാണ്
അമേരിക്ക ഈ ഡീലുമായിട്ട് മുന്നോട്ട് പോകുന്നത് അത് ഉക്രൈൻ്റെ താല്പര്യമൊന്നുമില്ല. അവിടെയും ഇന്നലെ കൃത്യതയുണ്ടായി. അമേരിക്ക വളരെ കൃത്യമായിട്ട് ഉക്രൈനോട് പറഞ്ഞു, ആദ്യം അവിടെ സീസ് ഫയർ വരണം. ഈ മിനറൽസിൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം, റീബിൽഡും പറ്റും, അതൊക്കെ രണ്ടാമത്തെ ചോയ്സാണ്. ആദ്യം അവിടെ വരേണ്ടത് കൃത്യമായ വെടിനിർത്തൽ, ഫർദർ നെഗോസിയേഷൻ, അതിനുശേഷം നമുക്ക് മിനറൽസിൻ്റെ കാര്യമായി ബന്ധപ്പെട്ടു പോകാം. ഇനി ഞാൻ പറയുന്ന പോയിന്റുകൾ വരാനുള്ള എൻ്റെ ഒരു അസംഷനാണ് ഞാൻ ഈ പറയുന്നത്. ഇൻ കേസ് റഷ്യ ഫർദറായിട്ട് സീസ് ഫയർ എഗ്രിമെൻ്റ് ഫർദർ എസ്കലേഷൻ ആ ഭാഗത്ത്, അതായത് ഫ്രണ്ട് ലൈനിൽ ഉണ്ടാവുകയും ഉക്രൈൻ സിറ്റിയിൽ ഡ്രോൺ ഉപയോഗിച്ചോ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചോ റഷ്യൻ പട്ടാളവും അവിടെയുള്ള നോർത്ത് കൊറിയയുടെ പട്ടാളവും അതിനെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചാൽ, എന്നീ പറയുന്ന വീണ്ടും ഫർദർ, ഇവിടെ അമേരിക്ക ഫുൾ ഫ്ലഡ്ജായിട്ട് കയറി ഇടപെടും. ഫുൾ ഫ്ലഡ്ജ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ 4ഓളം രാജ്യങ്ങളിൽ, ഈ ഉക്രൈനും റഷ്യയുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന 4ഓളം രാജ്യങ്ങളിൽ അമേരിക്കൻ ബേസ് ഉണ്ട്. അതും അതിശക്തമായ ബേസാണ് ഉള്ളത്. ഇപ്പോൾ ജർമ്മനി തന്നെ ഏകദേശം 35,000 പേരാണുണ്ട്. പോളണ്ടിൽ ബേസ് ഉണ്ട്. പോളണ്ടിലെ ആർമി നല്ലതാണ്. ഈ പറയുന്ന ബേസിൽ നിന്നെല്ലാം കൂടെ കയറി ഈ മോസ്കോയെ അടിച്ചങ്ങ് പരത്തും. ഇത് ഒരു കാരണവശാലും പുട്ടിന് ചിന്തിക്കുന്നതിനപ്പുറമാണ്. അതായത് കംപ്ലീറ്റ് ജിയോ പൊളിറ്റിക്സിൻ്റെ ഇക്വേഷൻ, അതായത് പുട്ടിനും ട്രംപുമായിട്ടുള്ള വലിയ ബന്ധത്തെപ്പറ്റി ആൾക്കാർ പറയുന്നു, പുട്ടിനെ തള്ളി ട്രംപ് ഒന്നും പറയത്തില്ല എന്ന് പറയുന്നു. മനസ്സിലാക്കുക, ഇവിടെ ഏതെങ്കിലും രീതിയിൽ സീസ് ഫയർ വയലേഷനോ അതുമല്ല റഷ്യ ഫർദർ ഉക്രൈനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ, ഞാൻ കൃത്യമായിട്ട് പറയാം, 10 ദിവസത്തിനുള്ളിൽ റഷ്യ ഇവർ തീർത്ത് കളയും. ഒന്നാമത് റഷ്യ ഭയങ്കര വീക്കാണ്. വീക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും വീക്കാണ്. കാരണം മിലിറ്ററി വീക്കാണ്, അവരുടെ വെപ്പൺസ് വീക്കാണ്. ഒരു നല്ലൊരു രാജ്യത്തോട് ഫൈറ്റ് പോലും ചെയ്യാൻ പറ്റത്തില്ല. വളരെയധികം കാഷ്വാലിറ്റി, വളരെയധികം പട്ടാളക്കാരും കൊല്ലപ്പെട്ടു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉക്രൈൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ജോക്കർ ഇതിന് ശേഷം, അതായത് ഓവൽ ഓഫീസിലെ ഇഷ്യൂവിന് ശേഷം ഏകദേശം 120 പേരാണ് ഉക്രൈനിൽ കൊല്ലപ്പെട്ടത്. ഏകദേശം 68ഓളം ഉക്രൈൻ പട്ടാളക്കാർ കുഷ് മേഖലയിൽ അവിടെയും വെടിയേറ്റ് മരിച്ചു, അവിടെയും ബോംബിട്ടു. പിന്നെയാണ് ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതിനിടയ്ക്ക് റഷ്യയും ചൈനയും ഇറാനും കൂടെ ചേർന്ന്, അതായത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട സമുദ്രാതിർത്തിയിൽ അവർ ജോയിൻ്റ് എക്സർസൈസ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. അതും ട്രംപിന് ചൂടായിട്ടുണ്ട്. കാരണം ഇറാൻ എന്ന് പറഞ്ഞ രാജ്യവുമായിട്ടും ചൈനയുമായിട്ട് റഷ്യ ജോയിൻ്റ് എക്സർസൈസ് ചെയ്യാൻ പോകുന്നു. ഓരോ പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഉണ്ടാകാൻ പോകുന്നൊരു സംഭവം, റഷ്യ ഒരു സീസ് ഫയറിന് തയ്യാറായില്ല, അല്ലെങ്കിൽ അവർ ആ യുദ്ധത്തിൽ നിന്നും ഒരു നെഗോസിയേഷൻ്റെ രീതിയിലോട്ട് മുന്നോട്ട് പോകുന്നില്ല. പിച്ച് വളരെ കൃത്യമായിട്ട് പറയാൻ, അമേരിക്ക ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യും. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്ത പോലെ കുറച്ച് സാധനങ്ങൾ കൊടുത്ത് മാത്രമുള്ള അറ്റാക്ക് ഒന്നും ആയിരിക്കില്ല. അമേരിക്കൻ ശരിക്കും വെപ്പൺസ്, ഏറ്റവും ഹൈപ്പർസോണിക് സൂപ്പർസോണിക് വെപ്പൺസ് കൊടുക്കും. ഈ പറയുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റ്, അതിനകത്ത് എവിടെയൊക്കെ ഈ കറക്റ്റായിട്ടുള്ള ഫുൾ ഫ്ലഡ്ജ് വാറിലോട്ട് ഉക്രൈനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചിലപ്പോൾ അമേരിക്ക കയറി ഈ റഷ്യ ഈ മോസ്കോ കയറി അടിക്കുകയും ചെയ്യും. ചിലപ്പോൾ അതോടുകൂടി പുട്ടിൻ അങ്ങ് തീർന്നു പോകും. ഒരു കാര്യം വ്യക്തമാണ്, പുട്ടിൻ എന്ന് പറയുന്ന ഏകാധിപതിയാണ്. ഈ വാർ അവർ വലിച്ചഴച്ച് കൊണ്ടുവരികയും അതിൻ്റെ മുമ്പിൽ നിന്നു കൊടുക്കുകയും ചെയ്തതാണ് ഉക്രൈൻ കാണിച്ച തെറ്റ്. 2 രാജ്യങ്ങളും ആദ്യം റഷ്യ തെറ്റ് കാണിച്ചു. അതിനകത്ത് ഈ വാർ ഉണ്ടാകാതിരിക്കാൻ ഉക്രൈൻ ഈ നാറ്റോ പറഞ്ഞ സംഭവം അങ്ങ് മാറി എന്നാ മതിയായിരുന്നു. ഇനി നിങ്ങൾ നോക്കുക, അമേരിക്ക എന്താണ് പറഞ്ഞത് അതേപോലെയാണ് സംഭവിക്കുക. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും വളരെയധികം സ്വാഗതം ചെയ്യുന്നു. കാരണം അവരും പറഞ്ഞു, ഈ പറയുന്ന ജോക്കർ തന്നെയാണ് ഇയാൾ. സ്റ്റേജ് ജോക്കറായിട്ട് ഡിപ്ലോമസിയുമായിട്ട് ബന്ധപ്പെട്ട് പോയാൽ ഒരു രാജ്യത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധ്യമല്ല. ഇവിടെ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത് റഷ്യക്കാണ്. ഇനി പേടിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ പോയിന്റ്, റഷ്യ അടിക്കുക മാത്രമല്ല, അമേരിക്കൻ പ്രസൻസ് വലിയ രീതിയിൽ ഉക്രൈൻ കയറി വരും. കാരണം ഉക്രൈനിൽ ഇഷ്ടം പോലെ മിനറൽസും LNGയും ഇതൊക്കെ ഉള്ള രാജ്യമാണ്. ഇതിന്ന് വരെ ടാപ്പ് ചെയ്യാത്ത സംഭവമാണ്.
ഇതിലൊക്കെ അമേരിക്കൻ എൻട്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം, റഷ്യ എന്ന് പറഞ്ഞ രാജ്യം വളരെ 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 പുറകിലോട്ട് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇവിടെ ഇപ്പം ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയ്ക്കകത്ത് പല ആൾക്കാരും അതിനെപ്പറ്റി, ഞാൻ ഈ പറഞ്ഞതിനെപ്പറ്റി ഉക്രൈൻ അനുകൂലമായിട്ടും സ്ലെവൻസ്കിക്ക് അനുകൂലമായിട്ടൊക്കെ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശ ധാരണയായി കാണും എന്താണ് ഗ്ലോബൽ ഓർഡർ, എന്താണ് ഈ വേൾഡ് ഓർഡർ, ഇതിൽ അമേരിക്കയുടെ സ്വാധീനം എത്രമാത്രമുണ്ട്. കാരണം ലോക പോലീസാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഈ റഷ്യ വല്ലതും കയറി അമേരിക്കയെ ചൊറിയാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറയാം റഷ്യ പോലും പിളർന്നു പോകും. കാരണം റഷ്യയിലെ വലിയൊരു ശതമാനം ജനങ്ങൾക്കും ഈ പുട്ടിൻ്റെ പല നടപടിയോടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം പ്രതിപക്ഷത്തെ പോലും കൊണ്ടുവരാനുള്ള തയ്യാറാകുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ചൈന നിശബ്ദമായിട്ട് പോകും. ഇനി വരാനുള്ള ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എന്തായിരിക്കും റഷ്യ ഉക്രൈൻ്റെ വാറിൻ്റെ അനന്തരഫലം. മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ലോകരാജ്യങ്ങളും ഇതിനെ ഏത് രീതിയിലാണ് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടാണ് നോക്കിക്കാണുന്നത്. പുട്ടിൻ്റെ ഭാവി എന്താണ്, എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, ഇത് റഷ്യക്ക് കൃത്യമായ അടിയാണ് 30 ദിവസത്തെ സീസ് ഫയർ. റഷ്യ ഉദ്ദേശിച്ച രീതിയിലൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. നോക്കിക്കാണാൻ എന്താണ് സംഭവിക്കുന്നത്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.